മധ്യപൂർവേഷ്യയുടെ ഇന്നത്തെ ഭൂപടവും അതിർത്തികളുമൊക്കെ വരച്ചത് 20-ാം നൂറ്റാണ്ടിലെ രാഷ്ട്രീയക്കാരല്ല, മറിച്ച് 1600കളിൽ പഴയ മതഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ടിരുന്ന ഇംഗ്ലണ്ടിലെ ചില പ്യൂരിറ്റൻ വിശ്വാസികളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ശരിക്കും പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ ഭയങ്കര അസംഭവ്യമായ ഒരു കാര്യമായി തോന്നാം. അതേ, കാരണം നമ്മൾ സാധാരണയായി ചരിത്രത്തെ കാണുന്നത് വളരെ ലളിതമായ ഒരു രീതിയിലാണല്ലോ. അതായത് ഒരു രാജ്യമുണ്ടാകുന്നു, യുദ്ധങ്ങൾ നടക്കുന്നു, അതിർത്തികൾ മാറുന്നു, അങ്ങനെ. ശരിയാണ്. പക്ഷേ ഈ പുരാതന മതഗ്രന്ഥങ്ങളിലെ പ്രവചനങ്ങളും ആധുനിക ലോകരാഷ്ട്രീയവും തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ ഒരു സങ്കീർണ ലോകത്തേക്ക് നിങ്ങൾ കടക്കുമ്പോൾ കാര്യങ്ങൾ അത്ര ലളിതമല്ല എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും. തീർച്ചയായും. അപ്പോൾ ഈ പുതിയ അന്വേഷണത്തിലേക്ക്, ഞങ്ങളുടെ ഈ വിശദമായ ബൗദ്ധിക യാത്രയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ലോകത്തെ തന്നെ ഏറ്റവും സങ്കീർണവും ഗൗരവമുള്ളതുമായൊരു വിഷയമാണ്. അതെ, ക്രിസ്ത്യൻ സിയോണിസവും ഇസ്രായേലും പിന്നെ അവസാന നാളുകളും. വളരെ വലിയൊരു ടോപ്പിക്കാണിത്. വിവിധ ചരിത്രരേഖകൾ, ലേഖനങ്ങൾ, പിന്നെ ആധുനിക ദൈവശാസ്ത്ര ബ്ലോഗുകൾ എന്നിവയിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. ഈ ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പ്രധാന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. അതൊരു നിർണായകമായ കാര്യമാണ്, നമ്മൾ ആദ്യം തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. അതെ അതെ. ഈ ചർച്ചയിൽ കടന്നുവരുന്നത് രാഷ്ട്രീയവും മതപരവുമായ ഏറെ സെൻസിറ്റീവായ വിഷയങ്ങളാണ്. ഇതിൽ വലതുപക്ഷത്തെയോ ഇടതുപക്ഷത്തെയോ നമ്മൾ തീരെ അനുകൂലിക്കുന്നില്ല. തീർച്ചയായുമില്ല. ഈ സ്രോതസ്സുകളിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നത് തികച്ചും നിഷ്പക്ഷമായി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ശരി, നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. ഇന്ന് നമ്മുടെ മുന്നിലുള്ള രേഖകളിലൂടെ കണ്ണോടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. ഈ ഇസ്രയേൽ എന്ന രാഷ്ട്രം രൂപീകരിക്കപ്പെടണം എന്ന ആശയം അത് 20-ാം നൂറ്റാണ്ടിൽ ജൂതന്മാർക്കിടയിൽ മാത്രം ഉടലെടുത്ത ഒന്നല്ല, അല്ലേ? അല്ലേയല്ല, അത് വളരെ കൃത്യമായൊരു നിരീക്ഷണമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടി നമ്മൾ പോവേണ്ടത് ശരിക്കും 17-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിലേക്കാണ്. 17-ാം നൂറ്റാണ്ടോ? അത്രയും പുറകിലേക്കോ? അതെ, ഇംഗ്ലീഷ് പ്യൂരിറ്റൻ ചിന്തകളിൽ നിന്നാണ് ഇതിന്റെ യഥാർത്ഥ തുടക്കമെന്ന് നമ്മുടെ ഈ ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. 1615-ൽ തോമസ് ബ്രൈറ്റ്മാൻ എന്നൊരു വ്യക്തി ഒരു പുസ്തകം എഴുതി. എന്തായിരുന്നു ആ പുസ്തകത്തിലെ വിഷയം? ലോകമെമ്പാടും ചിതറിക്കിടക്കുന്ന ജൂതന്മാർക്ക് വീണ്ടും ജെറുസലേമിലേക്ക് മടങ്ങാൻ കഴിയുമോ എന്നതായിരുന്നു ആ പുസ്തകത്തിലെ പ്രധാന ചർച്ച. ബൈബിളിലെ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനതയ്ക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ വെറും ചരിത്രമല്ലെന്നും അത് ഭാവിയിൽ അക്ഷരാർത്ഥത്തിൽ നിറവേറാൻ പോകുന്ന കാര്യങ്ങളാണെന്നും അവർ വിശ്വസിക്കാൻ തുടങ്ങി, അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതെ. ഒരു നിമിഷം, അതൊന്ന് വിശദീകരിക്കാമോ? അതായത് 1615-ൽ ആരോ എഴുതിയൊരു പുസ്തകം അതെങ്ങനെയാണ് നൂറ്റാണ്ടുകൾക്കിപ്പുറം ഇത്ര വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുന്നത്? ചരിത്രത്തിൽ അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. ശരിയാണ്. അവിടെയാണ് ഈ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വഴിത്തിരിവ് സംഭവിക്കുന്നത്. തോമസ് ബ്രൈറ്റ്മാൻ പാകിയ ആശയത്തെ ശരിക്കൊരു സിദ്ധാന്തമാക്കി മാറ്റിയത് 1840കളിൽ ജോൺ നെൽസൺ ഡാർബി എന്ന വ്യക്തിയാണ്. ജോൺ നെൽസൺ ഡാർബി. അതെ, അദ്ദേഹം കൊണ്ടുവന്ന ഒരു പുതിയ ദൈവശാസ്ത്ര ചിന്താധാരയുണ്ട്. അതിനെ ഡിസ്പെൻസേഷണലിസം എന്ന് വിളിക്കുന്നു. ഡിസ്പെൻസേഷണലിസം, ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ കുറച്ച് സങ്കീർണമാണെന്ന് തോന്നുമല്ലോ. എന്താണത് ശരിക്കും? വളരെ ലളിതമായി പറഞ്ഞാൽ, മനുഷ്യ ചരിത്രത്തെ ദൈവം വ്യത്യസ്ത കാലഘട്ടങ്ങളായി അഥവാ ഡിസ്പെൻസേഷനുകളായി തിരിച്ചിട്ടുണ്ടെന്നൊരു വിശ്വാസമാണിത്. ഓഹോ. ഇതിൽ അവസാനത്തെ കാലഘട്ടത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് ജൂതന്മാർ അവരുടെ സ്വന്തം ഭൂമിയിലേക്ക് മടങ്ങിയെത്തേണ്ടത് നിർബന്ധമാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. കൗണ്ട് ഡൗൺ ക്ലോക്കാണ് ഇസ്രായേൽ എന്ന രാഷ്ട്രം എന്നവർ വിശ്വസിച്ചു. അതെ, കൗണ്ട് ഡൗൺ ക്ലോക്ക്, അത് വളരെ കൃത്യമായൊരു പ്രയോഗമാണ്. ഇതൊരു മികച്ച കാഴ്ചപ്പാടാണ്. അതായത് 1600കളിൽ എഴുതപ്പെട്ട ഒരു പുരാതന സോഫ്റ്റ്വെയർ കോഡ് 19-ാം നൂറ്റാണ്ടിലെയും 20-ാം നൂറ്റാണ്ടിലെയും രാഷ്ട്രീയ നേതാക്കളുടെ തലച്ചോറിലേക്ക് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടു എന്ന് പറയാം, അല്ലേ? ശരിക്കും അങ്ങനെ തന്നെ പറയാം. കാരണം ഈ മതപരമായ വിശ്വാസം കേവലം പള്ളികളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അത് നേരെ ബ്രിട്ടീഷ് പാർലമെന്റിലേക്കാണ് പോയത്. അതെ, 19-ാം നൂറ്റാണ്ടിന്റെ അവസാനവും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ഈ ഡിസ്പെൻസേഷണലിസ്റ്റ് ആശയങ്ങൾ ബ്രിട്ടനിലെ ഉന്നത രാഷ്ട്രീയ നേതാക്കളെ എത്രമാത്രം സ്വാധീനിച്ചു എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. 1917-ലെ പ്രശസ്തമായ ബാൽഫോർ പ്രഖ്യാപനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ട്. ഫലസ്തീനിൽ ജൂതന്മാർക്കൊരു ദേശീയഗേഹം സ്ഥാപിക്കുന്നതിനെ ബ്രിട്ടീഷ് സർക്കാർ പിന്തുണയ്ക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ചരിത്രരേഖയാണത്. അതെ,
നമ്മൾ പലപ്പോഴും കരുതാറുള്ളത് ഇതൊരു സാധാരണ സാമ്രാജ്യത്വ തന്ത്രം മാത്രമായിരുന്നു എന്നാണ്. എന്നാൽ ഈ പ്രഖ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിച്ച അന്നത്തെ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആർത്തർ ബാൽഫോറും പ്രധാനമന്ത്രി ഡേവിഡ് ലോയിഡ് ജോർജും അവർ ഈ ക്രിസ്ത്യൻ സിയോണിസ്റ്റ് വിശ്വാസങ്ങളാൽ ആഴത്തിൽ സ്വാധീനിക്കപ്പെട്ടവരായിരുന്നു, അല്ലേ? തീർച്ചയായും അവരുടെ തീരുമാനങ്ങളിൽ ഈ വിശ്വാസത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. ഇത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അതായത് ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കേവലം എണ്ണപ്പാടങ്ങൾക്കും വ്യാപാരപാതകൾക്കും അപ്പുറം താനൊരു ദൈവിക പദ്ധതിയുടെ ഭാഗമാവുകയാണ് എന്നാണോ വിശ്വസിച്ചത്? അതെ. ബൈബിൾ പ്രവചനങ്ങൾ നിറവേറ്റുകയാണ് എന്ന വിശ്വാസത്തിന്റെ പുറത്താണ് മധ്യപൂർവേഷ്യയിലെ അതിർത്തികൾ തീരുമാനിക്കാൻ അവർ ഇടപെട്ടത് എന്ന് പറയുമ്പോൾ ഒരു മതവിശ്വാസം എങ്ങനെയാണ് ജിയോ പോളിറ്റിക്സിനെ മറികടന്നത് എന്ന് ചിന്തിച്ചു പോകും. അവർ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത്. പശ്ചിമേഷ്യയിൽ ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കുന്നത് സാമ്രാജ്യത്വ നേട്ടങ്ങൾക്കുപകരിക്കുമെന്ന് അവർ കണ്ടിരുന്നു എന്നത് സത്യമാണ്. എന്നാൽ അതിനവർക്ക് ലഭിച്ച ധാർമ്മികവും ആത്മീയവുമായ ഇന്ധനം ഈ ക്രിസ്ത്യൻ സിയോണിസ്റ്റ് വിശ്വാസമായിരുന്നു. തങ്ങൾ ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയിലെ ഉപകരണങ്ങൾ മാത്രമാണെന്ന് അവർ ആത്മാർത്ഥമായി വിശ്വസിച്ചു. ശരി, ഈ പഴയ സോഫ്റ്റ്വെയർ കോഡ് ഇന്നും നമ്മുടെ ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആധുനിക കാലത്തെ സംഭവങ്ങളെ ഇവരെങ്ങനെയാണ് കാണുന്നത് എന്നതൊരു വലിയ ചോദ്യമാണ്. തീർച്ചയായും. ഉദാഹരണത്തിന് 1948 ഇസ്രയേൽ രാഷ്ട്രത്തിന്റെ രൂപീകരണം. നമ്മുടെ സ്രോതസ്സുകളിലുള്ള ഡേവിഡ് ജെറേമിയയുടെ ബ്ലോഗ് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. എന്താണത്? 1948 സംഭവം കേവലം ഐക്യരാഷ്ട്രസഭയുടെ ഒരു തീരുമാനമായല്ല, മറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു പ്രവചനത്തിന്റെ പൂർത്തീകരണമായാണ് അവർ കാണുന്നത്. അതെ, കൃത്യമായി പറഞ്ഞാൽ അങ്ങനെയാണ്. അതുമാത്രമല്ല, ദൈവം അബ്രഹാമിന് വാഗ്ദാനം ചെയ്ത ഭൂമി ഇന്നത്തെ ഇസ്രായേലിന്റെ അതിർത്തികളിൽ ഒതുങ്ങുന്നില്ലെന്നും അവർ പറയുന്നുണ്ടല്ലോ. നെയിൽ നദി മുതൽ യൂഫ്രട്ടീസ് നദി വരെ പരന്നുകിടക്കുന്ന ഒരു വലിയ ഭൂപ്രദേശമാണെന്ന് അവർ വിശ്വസിക്കുന്നു. ശരിയാണ്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇത്രയും സങ്കീർണമായ ഇന്നത്തെ ലോകത്ത് എന്തുകൊണ്ടാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ഈ വാക്യങ്ങളെ അവർ ഇത്രത്തോളം അക്ഷരാർത്ഥത്തിൽ തന്നെ വ്യാഖ്യാനിക്കുന്നത്? ഇതിനു പിന്നിലെ യുക്തി എന്താണ്? അവിടെയാണ് നമ്മൾ ഈ വിശ്വാസത്തിന്റെ ഒരു മെക്കാനിസം മനസ്സിലാക്കേണ്ടത്. ഇതിനു പിന്നിലെ കാരണം വളരെ ലളിതമാണ്. ബൈബിളിന്റെ അക്ഷരാർത്ഥത്തിലുള്ള വ്യാഖ്യാനം, അതായത് ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ. അതെ, അവർ വിശ്വസിക്കുന്നത് ദൈവം അബ്രഹാമിനൊരു ഭൂമി നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ആത്മീയമായ ഒരു സങ്കല്പമോ സമാധാനത്തിന്റെ ഒരു രൂപകമോ അല്ല എന്നാണ്. അപ്പോൾ മണ്ണും കല്ലും അതിർത്തികളുമുള്ള ഒരു യഥാർത്ഥ ഭൂപ്രദേശമാണതെന്ന്. അതെ, അതുകൊണ്ടാണ് നൈൽ മുതൽ യൂഫ്രട്ടീസ് വരെയുള്ള അതിർത്തികൾ ഇസ്രായേലിന് അവകാശപ്പെട്ടതാണെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നത്. ഈ അക്ഷരാർത്ഥത്തിലുള്ള വ്യാഖ്യാനമാണ് അവസാന നാളുകളെക്കുറിച്ചുള്ള അവരുടെ കൃത്യമായ ടൈം ലൈൻ രൂപപ്പെടുത്തുന്നത്. അപ്പോൾ ആ ടൈം ലൈൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എന്തൊക്കെയാണ് ഇനിയങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നതെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്? അവരുടെ ടൈം ലൈൻ പ്രകാരം ചില സുപ്രധാന സംഭവങ്ങൾ നടക്കേണ്ടതുണ്ട്. ഒന്നാമതായി, ലോകമെമ്പാടുമുള്ള ജൂതന്മാർ ഇസ്രായേലിലേക്ക് മടങ്ങിയെത്തും. ഓക്കേ. രണ്ടാമതായിട്ടോ? രണ്ടാമതായി, ജെറുസലേമിൽ ഇപ്പോൾ മുസ്ലിങ്ങളുടെ പുണ്യസ്ഥലമായ ടെമ്പിൾ മൗണ്ട് നിൽക്കുന്നിടത്ത് ഒരു പുതിയ ജൂത ദേവാലയം നിർമ്മിക്കപ്പെടും. അതായത് തേർഡ് ടെമ്പിൾ. അതെ. അതിനുശേഷം ലോകത്ത് വലിയൊരു ക്ലേശകാലമുണ്ടാകുമെന്നും എതിർക്രിസ്തു ഉയർന്നുവന്ന് ഇസ്രായേലുമായി 7 വർഷത്തെ ഒരു സമാധാന കരാർ ഉണ്ടാക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇതിനിടയിൽ ഈ ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? കാരണം ഡേവിഡ് ഗുസിക് അതുപോലെ ഗോഡ് ക്വസ്റ്റ്യൻസ് എന്നിവരുടെ ലേഖനങ്ങളിൽ ഈ യുദ്ധങ്ങളെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട്. എനിക്കത് വായിച്ചിട്ട് ശരിക്കും വലിയ ആശയക്കുഴപ്പമാണുണ്ടായത്. ആശയക്കുഴപ്പം സ്വാഭാവികമാണ്. ഗോഡ് ക്വസ്റ്റ്യൻസിലെ ലേഖനം ഈ വിഷയത്തിൽ വളരെ കൃത്യമായ ഒരു വിശദീകരണം നൽകുന്നുണ്ട്. ബൈബിളിൽ 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഗോഗ് മാഗോഗ് യുദ്ധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 2 സ്ഥലങ്ങളിലോ? അതെ. ഒന്ന് പഴയ നിയമത്തിൽ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 38-39 അധ്യായങ്ങളിൽ. മറ്റൊന്ന് പുതിയ നിയമത്തിൽ വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിൽ. ഓഹോ, അപ്പോൾ ഇവ രണ്ടും ഒന്നല്ലേ? അല്ല, ഡിസ്പെൻസേഷണലിസ്റ്റുകൾ വിശ്വസിക്കുന്നത് ഇവ രണ്ടും 2 വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ നടക്കുന്ന വ്യത്യസ്ത യുദ്ധങ്ങളാണെന്നാണ്. എസേക്കിയേൽ പറയുന്ന യുദ്ധം അവസാന നാളുകളുടെ തുടക്കത്തിലോ അല്ലെങ്കിൽ മഹാക്ലേശകാലത്തിന്റെ ആദ്യ പകുതിയിലോ നടക്കുമെന്നും അവർ പറയുന്നു.
വടക്ക് നിന്നുള്ള ചില രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ഒരുമിച്ച് ചേർന്ന് ആക്രമണം നടത്തും എന്നാണല്ലോ അവർ പറയുന്നത്. അതെ. എന്നാൽ വെളിപാട് പുസ്തകത്തിൽ പറയുന്ന യുദ്ധം നടക്കുന്നത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമായിരിക്കുമെന്നും അത് ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന അന്തിമമായ ഒന്നായിരിക്കുമെന്നുമാണ് അവരുടെ വിശദീകരണം. ശരി. ഡേവിഡ് ഗുസിക്കിന്റെ ലേഖനത്തിൽ ഈ അന്തിമവിധിയെക്കുറിച്ച് മറ്റൊരു പ്രധാന കാര്യം കൂടി പറയുന്നുണ്ട്. ഈ വാലി ഓഫ് ഡിസിഷൻ അഥവാ യഹോശാഫാത്തിന്റെ താഴ്വരയിൽ വെച്ച് ദൈവം ഇസ്രായേലിന്റെ ശത്രുക്കളെ ന്യായം വിധിക്കുമെന്ന്. അതെ. ഈ താഴ്വരയുടെ പേരിന്റെ അർത്ഥം തന്നെ ദൈവം ന്യായം വിധിക്കുന്നു എന്നാണ്. ഒരു ജനതയോട്, അതായത് ഇസ്രായേലിനോട് മറ്റു രാജ്യങ്ങൾ എങ്ങനെ പെരുമാറി എന്നതിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തെ മുഴുവൻ ദൈവം വിധിക്കുമെന്ന് വിശ്വസിക്കുന്നത്. അത് ലോകരാഷ്ട്രീയത്തെ സംബന്ധിച്ച് വലിയൊരു പ്രത്യാഘാതമുണ്ടാക്കുന്ന കാര്യമല്ലേ? തീർച്ചയായും. ആ ചിന്തയാണ് ഇവരെ ഇസ്രായേലിനെ നിരുപാധികമായ പിന്തുണക്കാരാക്കി മാറ്റുന്നത്. അതായത് ബ്ലൈൻഡ് സപ്പോർട്ട്. അതെ. ഇസ്രായേലിനെ അനുകൂലിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുമെന്നും പ്രതികൂലിക്കുന്നവരെ ദൈവം ശപിക്കുമെന്നുമുള്ള ഉൽപ്പത്തി പുസ്തകത്തിലെ വാക്യമാണ് അവരുടെ വിദേശ നയത്തിന്റെ ശരിക്കുമുള്ള അടിസ്ഥാനം. എന്നാൽ ഇവിടെയാണ് ഒരു വലിയ ചോദ്യം വരുന്നത്. ഈ അക്ഷരാർത്ഥത്തിലുള്ള വ്യാഖ്യാനം ഇത്രത്തോളം ശക്തമാണെങ്കിൽ എന്തുകൊണ്ടാണ് ലോകത്തെ എല്ലാ ക്രിസ്ത്യാനികളും ഇത് വിശ്വസിക്കാത്തത്? അതൊരു നല്ല ചോദ്യമാണ്. ഒരേ ബൈബിൾ വായിക്കുന്നവർ തന്നെ തികച്ചും വ്യത്യസ്തമായ രണ്ട് കണ്ണടകളിലൂടെ ലോകത്തെ കാണുന്നത് എങ്ങനെയെന്ന് നോക്കാം. ട്രെൻഡ് ഹണ്ടറുടെ ലേഖനത്തിൽ കോവനന്റ് തിയോളജി എന്നൊരു ആശയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതെ, ഉടമ്പടി ദൈവശാസ്ത്രം. ഡിസ്പെൻസേഷണലിസത്തിന് നേരെ വിപരീതമായ ഒന്നാണിതല്ലേ? ഇതിന്റെ യഥാർത്ഥ അർത്ഥമെന്താണ്? ഇതൊരു നിർണായകമായ ദൈവശാസ്ത്ര സംഘട്ടനമാണ്. കോവനന്റ് തിയോളജി വിശ്വസിക്കുന്നവർ പറയുന്നത് ഭൂമി, അതിർത്തികൾ, ദേവാലയം എന്നിവയെക്കുറിച്ചുള്ള പഴയ നിയമത്തിലെ വാഗ്ദാനങ്ങളെല്ലാം കേവലം ആത്മീയമായ രൂപകങ്ങൾ മാത്രമായിരുന്നു എന്നാണ്. ഓ, അതായത് അതൊന്നും അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ടതില്ല എന്ന്. അതെ. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ വരവോടെ ആ വാഗ്ദാനങ്ങളെല്ലാം സഭയിലൂടെ നിറവേറ്റപ്പെട്ടു കഴിഞ്ഞു എന്ന് അവർ വിശ്വസിക്കുന്നു. എന്നുവെച്ചാൽ പുതിയ ഇസ്രായേൽ എന്നത് ഒരു ഭൂമിശാസ്ത്രപരമായ രാജ്യമല്ല, മറിച്ച് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഉൾപ്പെടുന്ന സഭയാണെന്നാണോ? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ഭൂമിയിലെ അതിർത്തികൾക്കല്ല, മറിച്ച് ആത്മീയമായ സമാധാനത്തിനാണ് അവർ പ്രാധാന്യം നൽകുന്നത്. ആ, ഈ വിശദീകരണം കേട്ടപ്പോഴാണ് 1904 നടന്ന ആ രസകരമായ ചരിത്ര സംഭവം എനിക്ക് മനസ്സിലായത്. ആ സംഭവം എന്നെ ശരിക്കും ചിന്തിപ്പിച്ചു. ഏത് സംഭവമാണ്? പോപ്പായസ് 10ാമന്റെ കാര്യമാണോ? അതെ. സിയോണിസത്തിന്റെ സ്ഥാപകനായ തിയോഡർ ഹെർസൽ അന്നത്തെ മാർപ്പാപ്പയായ പോപ്പ് പയസ് 10ാമനെ വത്തിക്കാനിൽ വെച്ച് കണ്ടുമുട്ടി. ശരിയാണ്. ഫലസ്തീനിൽ ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വത്തിക്കാന്റെ രാഷ്ട്രീയവും ധാർമ്മികവുമായ പിന്തുണ തേടിയാണ് അദ്ദേഹം പോയത്. പക്ഷേ പോപ്പ് പയസ് 10ാമൻ തീർത്തു പറഞ്ഞത് സഭയ്ക്ക് ഒരിക്കലും സിയോണിസത്തെ അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ്. കേവലം രാഷ്ട്രീയ കാരണങ്ങളാലല്ല പോപ്പ് അങ്ങനെ പറഞ്ഞത്. ജൂതന്മാർ യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്തതുകൊണ്ട് അവർക്ക് ജെറുസലേമിൽ ഒരവകാശവും സഭയ്ക്ക് വകവെച്ചു കൊടുക്കാൻ കഴിയില്ലെന്നായിരുന്നു പോപ്പിന്റെ നിലപാട്. പോപ്പ് അവിടെ നോക്കിയത് റിയൽ എസ്റ്റേറ്റ് ആയിരുന്നില്ല, മറിച്ച് ദൈവശാസ്ത്രമായിരുന്നു. എന്നാൽ കത്തോലിക്കർ മാത്രമല്ല കേട്ടോ. പിന്നെ ആരൊക്കെയാണ്? അമേരിക്കയിലെ തന്നെ പ്രധാനപ്പെട്ട പല പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾക്കും ഈ ക്രിസ്ത്യൻ സിയോണിസത്തോട് കടുത്ത വിയോജിപ്പുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ് 1979ലെയും 1981ലെയും ലാഗ്രാഞ്ച് പ്രഖ്യാപനങ്ങൾ. അതെ, സിയോണിസം മിഡിൽ ഈസ്റ്റിലെ സമാധാനത്തിന് വലിയൊരു തടസ്സമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് യുഎസിലെ പല പ്രമുഖ സഭകളും ഇതിനെതിരെ പ്രമേയം പാസാക്കി. ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച മറ്റൊരു കാര്യമുണ്ട്. അമേരിക്കയിലും യൂറോപ്പിലുമുള്ളവർ ഈ ദൈവശാസ്ത്രം ചർച്ച ചെയ്യുമ്പോൾ ജെറുസലേമിൽ തന്നെ ജീവിക്കുന്ന പ്രാദേശിക ക്രൈസ്തവ സഭകൾ ഈ ക്രിസ്ത്യൻ സിയോണിസത്തെ വിശേഷിപ്പിച്ചത് ഒരു ഹാനികരമായ ആശയമെന്നാണ്. ശരിയാണ്, ഡാമേജിംഗ് ഐഡിയോളജി എന്നവർ പറഞ്ഞു. കാരണം അവർ ഈ ദൈവശാസ്ത്രത്തിന്റെ ഇരകളാണ്. തങ്ങളുടെ ഭൂമി നഷ്ടപ്പെടാനും തങ്ങൾ അഭയാർത്ഥികളാകാനും തങ്ങളുടെ നാട്ടിൽ സമാധാനമില്ലാതാകാനും കാരണം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഇത്തരം അക്ഷരാർത്ഥത്തിലുള്ള വ്യാഖ്യാനങ്ങളാണെന്ന് അവർ വിശ്വസിക്കുന്നു. അതെ, അവിടെയാണ് ഈ ചർച്ച കേവലം ഒരു ദൈവശാസ്ത്ര തർക്കത്തിൽ നിന്ന് മാറി മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഒന്നായി മാറുന്നത്.
അതാണ് എനിക്കും ചോദിക്കാനുള്ളത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇതെല്ലാം പഴയ പുസ്തകങ്ങളെക്കുറിച്ചുള്ള പണ്ഡിതന്മാരുടെ തർക്കങ്ങളല്ലേ? ഇതെങ്ങനെയാണ് ഇന്നത്തെ ലോകത്തെ, നമ്മുടെ വിദേശ നയങ്ങളെ ബാധിക്കുന്നത് എന്ന്, അല്ലേ? സാധാരണയായി എല്ലാവരും അങ്ങനെ ചിന്തിക്കും. പക്ഷെ നമ്മുടെ സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നത് ഇതിന്റെ സ്വാധീനം വളരെ വലുതാണ് എന്നാണ്. അമേരിക്കയിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ, ജോൺ ഹാഗിയുടെ നേതൃത്വത്തിലുള്ള QFI എന്ന ഒറ്റ സംഘടനയിൽ മാത്രം 10 ദശലക്ഷം അംഗങ്ങളുണ്ട്. അതെ, 10 മില്യൺ ആളുകൾ. 10 ദശലക്ഷം വോട്ടർമാർ. ഇതെങ്ങനെയാണ് ലോക രാഷ്ട്രീയത്തിൽ പ്രായോഗികമായി പ്രവർത്തിക്കുന്നത്? വെറുമൊരു വിശ്വാസം എങ്ങനെയാണ് വിദേശ നയമായി മാറുന്നത്? ഇതൊരു നിർണായക ചോദ്യമാണ്. ഈ 10 ദശലക്ഷം ആളുകൾ കേവലം ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നവരല്ല. അവർ വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ ലോബിയാണ്. എന്നുവെച്ചാൽ? അതായത് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിലും അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിലും ഇവർക്ക് വലിയ പങ്കുണ്ട്. ഇതൊന്ന് വിശദമായി പറഞ്ഞാൽ, ഇസ്രായേലിലെ അമേരിക്കൻ എംബസി ടെൽ അവീവിൽ നിന്ന് ജെറുസലേമിലേക്ക് മാറ്റാൻ അമേരിക്കൻ സർക്കാരിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയത് ഈ ക്രിസ്ത്യൻ സിയോണിസ്റ്റ് ഗ്രൂപ്പുകളാണ്. ഓഹോ, അത്രത്തോളം സ്വാധീനം അവർക്കുണ്ട്. തീർച്ചയായും. കൂടാതെ പലസ്തീനികൾക്കും ഇസ്രയേലികൾക്കും വെവ്വേറെ രാജ്യങ്ങൾ നൽകിക്കൊണ്ടുള്ള 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന സമാധാന ശ്രമത്തെ ഇവർ ശക്തമായി എതിർക്കുന്നു. അതെന്തുകൊണ്ടാണ്? സമാധാനം നല്ലതല്ലേ? കാരണം ദൈവം വാഗ്ദാനം ചെയ്ത ഭൂമി മറ്റാർക്കെങ്കിലും വിട്ടുകൊടുക്കുന്നത് ബൈബിൾ പ്രവചനങ്ങൾക്കെതിരാണെന്ന് അവർ വിശ്വസിക്കുന്നു. ചുരുക്കത്തിൽ, ലോകത്തിന്റെ ഏതൊരു കോണിൽ നടക്കുന്ന സമാധാന ചർച്ചകളെ വരെ പരാജയപ്പെടുത്താനോ ഇസ്രായേലിലെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകാനോ തക്ക ശക്തിയുള്ള ഒന്നായി ഈ വിശ്വാസം മാറിക്കഴിഞ്ഞു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു വിഭാഗം ആളുകൾ പഴയ നിയമത്തിലെ വാഗ്ദാനങ്ങളെ അക്ഷരാർത്ഥത്തിൽ വിശ്വസിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സാമ്പത്തിക ശക്തിയായ അമേരിക്കയുടെ വിദേശ നയത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. വെറുമൊരു മതവിശ്വാസം എങ്ങനെയാണ് ലോകത്തിന്റെ ഭൂപടം വരയ്ക്കുന്ന ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത് എന്നത് ശരിക്കും നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. ഈ വിശദമായ ചർച്ചയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയതാണ്. അതെ, 17ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് പ്യൂരിറ്റൻ ചിന്തകളിൽ നിന്നും തോമസ് ബ്രൈറ്റ്മാനിൽ നിന്നും ആരംഭിച്ച് ജോൺ നെൽസൺ ഡാർബിയുടെ ഡിസ്പെൻസേഷണലിസം എന്ന ടൈംലൈനിലൂടെ വളർന്ന് ബാൽഫോർ പ്രഖ്യാപനത്തിന് ധാർമ്മിക അടിത്തറ പാകി 1948-ലെ ഇസ്രയേൽ രാഷ്ട്ര രൂപീകരണത്തെ പ്രവചനത്തിന്റെ പൂർത്തീകരണമായി കണ്ട ക്രിസ്ത്യൻ സിയോണിസത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതെ, നൈൽ മുതൽ യൂഫ്രട്ടീസ് വരെയുള്ള അതിർത്തികൾ, ഗോഗ് യുദ്ധങ്ങൾ എന്നിവയെല്ലാം അവർ എങ്ങനെയാണ് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. എന്നാൽ മറുഭാഗത്ത് സഭയാണ് പുതിയ ഇസ്രായേൽ എന്നും ഭൂമിയല്ല ആത്മീയ സമാധാനമാണ് പ്രധാനമെന്നും വിശ്വസിക്കുന്ന കവണന്റ് തിയോളജിയും നമ്മൾ കണ്ടു. ശരിയാണ്. പിന്നെ കത്തോലിക്കാ സഭയുടെയും പ്രൊട്ടസ്റ്റന്റ് സഭകളുടെയും, പ്രത്യേകിച്ച് ജെറുസലേമിലെ പ്രാദേശിക ക്രൈസ്തവരുടെയും ശക്തമായ എതിർപ്പുകളും നാം മനസ്സിലാക്കി. തീർച്ചയായും. ഒടുവിൽ ഈ ദൈവശാസ്ത്രം 10 ദശലക്ഷം വോട്ടർമാരിലൂടെ എങ്ങനെയാണ് സാക്ഷാൽ ലോകരാഷ്ട്രീയത്തെ തന്നെ നിയന്ത്രിക്കുന്നതും നമ്മൾ പരിശോധിച്ചു. അതെ, നമ്മൾ കാണുന്ന ഈ ലോകം കേവലം സാമ്പത്തിക താൽപ്പര്യങ്ങളാൽ മാത്രം നയിക്കപ്പെടുന്ന ഒന്നല്ല. മനുഷ്യന്റെ വിശ്വാസങ്ങൾക്കും അതിർത്തികൾ നിർണയിക്കാൻ കഴിയും എന്ന് ഈ ചർച്ച നമ്മളെ കാണിച്ചു തരുന്നു. 100% ശരിയാണാ പറഞ്ഞത്. തീർച്ചയായും. ഈ വിശദമായ ബൗദ്ധിക യാത്ര അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് സ്വന്തമായി ചിന്തിക്കാൻ ഒരു വലിയ ചോദ്യം കൂടി ഞങ്ങൾ നൽകുകയാണ്. ഈ സ്രോതസ്സുകളിലൊന്നും നേരിട്ട് പറയാത്തൊരു കാര്യമാണിത്. എന്താണത്? ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള പുരാതന മതഗ്രന്ഥങ്ങളിലെ വരികളാണ് ഇന്നത്തെ രാജ്യങ്ങളുടെ അതിർത്തികളെയും വൻശക്തികളുടെ വിദേശ നയങ്ങളെയും യുദ്ധങ്ങളെയും തീരുമാനിക്കുന്നതെങ്കിൽ നാളെ ഈ വ്യാഖ്യാനങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ ഭാവിയിലെ ലോക ഭൂപടത്തെ എങ്ങനെയായിരിക്കും മാറ്റിമറിക്കുക? അതൊരു വലിയ ചോദ്യമാണ്. പുതിയൊരു വ്യാഖ്യാനം പുതിയൊരു രാജ്യത്തിന്റെ ഉദയത്തിനോ പതനത്തിനോ കാരണമാകുമോ? തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ആ പഴയ ചരിത്രപുസ്തകത്തിന്റെ കാര്യം ഓർമ്മയില്ലേ? ആ നേർരേഖ ഇപ്പോൾ പൂർണ്ണമായി മാഞ്ഞുപോയിരിക്കുന്നു. അതെ. പുരാതന പ്രവചനങ്ങളും ആധുനിക രാഷ്ട്രീയവും കൂടിച്ചേരുന്ന ഈ അവ്യക്തമായ ലോകത്ത് കാര്യങ്ങൾ ഒരിക്കലും ലളിതമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഈ വിശദമായ അന്വേഷണത്തിൽ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം പങ്കുചേർന്നതിന് നിങ്ങൾക്ക് വലിയൊരു നന്ദി. ഓർക്കുക, നിങ്ങൾ കാണുന്ന വാർത്തകൾക്ക് പിന്നിൽ നിങ്ങൾ കാണാത്ത ഒരുപാട് വലിയ കഥകളുണ്ട്.
മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.